കാമുകിയായ നടി പവിത്രയ്ക്ക് മെസ്സേജ് അയച്ചവനെ കൊലപ്പെടുത്തിയ നടൻ ദർശന്റെ ജാമ്യം റദ്ദാക്കി സുപ്രീംകോടതി. ആരും വലുതല്ല. സ്വന്തം ഭാര്യ, കുടുംബം ഇതെല്ലാം മറന്ന് കാമുകിയുടെ പിന്നാലെ പോയ നടനാണ് കാരാഗ്രഹവാസത്തിൽ. സ്വന്തം ആരാധകൻ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ കന്നഡ നടൻ ദർശൻ തുഗ്ദീപയുടെ ജാമ്യം റദ്ദാക്കി സുപ്രീംകോടതി. കർണാടക ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ദർശന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് കർണാടക സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി. ദർശന് ജാമ്യം നൽകിയ കർണാടക ഹൈക്കോടതിയുടെ നടപടി യാന്ത്രികമായ അധികാര വിനിയോഗമാണെന്ന് വ്യക്തമാണെന്നും നടന് ജാമ്യം നൽകുന്നത് വിചാരണയെ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യത്തിലുള്ള നടൻ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നും ജസ്റ്റിസ് R മഹാദേവൻ നിരീക്ഷിച്ചു. നന്നായി പഠിച്ചുള്ള വിധിയാണ് ജസ്റ്റിസ് R മഹാദേവന്റെതെന്നും പ്രതി എത്ര വലിയവനായാലും ആരും നിയമത്തിന് മുകളിലല്ലെന്നുള്ള സന്ദേശം കൂടിയാണ് നൽകുന്നതെന്നും ജസ്റ്റിസ് പറഞ്ഞു. ദർശനുമായി അടുപ്പമുണ്ടായിരുന്ന നടി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിൽ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ദർശൻ അറസ്റ്റിലാവുന്നത്. തുടർന്ന് 2024 ഒക്ടോബർ 30 കർണാടക ഹൈക്കോടതി ദർശന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കാലിന് ശസ്ത്രക്രിയ നടത്താനായിരുന്നു ജാമ്യം. ദർശന് ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും അങ്ങനെയുണ്ടെന്ന് തെളിഞ്ഞാൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ ജയിലിലെ എല്ലാ ജീവനക്കാർക്കും സസ്പെൻഷൻ നൽകാൻ ഉത്തരവിടുമെന്നും ജസ്റ്റിസ് പർദിവാല മുന്നറിയിപ്പ് നൽകി. ദർശന് ബാംഗ്ലൂരുവിലെ ജയിലിൽ VIP പരിഗണന നൽകുന്നത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഗുണ്ടകൾക്കൊപ്പം പുറത്ത് കസേരയിൽ ഇരുന്ന് കയ്യിൽ സിഗരറ്റുമായി കാപ്പി കുടിച്ച് വിശ്രമിക്കുന്ന ദർശന്റെ ചിത്രങ്ങളാണ് പുറത്തായത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.